ഈ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി ഇവരെ ഇങ്ങനെ തലകറങ്ങി വീട് പലരും ബലിയിടാതെ തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് തിരുമുല്ലാവാരത്ത് കാണുന്നത്. ദേവസ്വം ബോർഡ് കൂപ്പൺ അടിച്ച് എല്ലാ അമ്പലങ്ങളോട് നേരത്തെ വിറ്റ് കാശാക്കി. ഇവിടെ ജനങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുക. ഇത് നിയന്ത്രിക്കാൻ ഒറ്റ മനുഷ്യനില്ല. ഇവിടെ പോലീസുകാർ കൈ കെട്ടി നോക്കുകയാണ്. ഇവിടെ സജ്ജീകരണമൊന്നും ശരിയല്ല, വളരെ മോശമായ അവസ്ഥയായിപ്പോയി. കേരള ജനത ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. വെറുതെ പണം പിരിക്കാനായിട്ട് മാത്രം ഇരിക്കുക. അവര് ഒരു കർമ്മത്തിനും കൊള്ളാത്ത ഒരു ഭരണസമിതിയായി പോയി. ഇതിനിടയ്ക്ക് സ്ത്രീകളുണ്ട്, വൃദ്ധരുണ്ട്, ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ക്യൂവിൽ നിന്ന ശേഷം മാത്രമാണ് ഈ കൂപ്പൺ എടുത്ത കൗണ്ടർ വേറെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളെ ഈ വരുന്ന ഇവിടെ പിതൃതർപ്പണത്തിന് വേണ്ടി വരുന്ന വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികളെ അവരെ ചൂഷണം ചെയ്യുന്ന തരത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇവിടെ നടക്കുന്ന ഈ പണപ്പിരിവ്. കാര്യം 100 രൂപയൊക്കെ കൊടുത്തിട്ട് വളരെ യാതനാപൂർവ്വമാണ് ഞങ്ങളിവിടെ ഈ യഥാർത്ഥ ഈ പിതൃതർപ്പണത്തിന് നിൽക്കുന്നത്. ഇതുവരെ നാം ചെയ്യാതെ മാറി നിൽക്കുകയാണ്. അവശരായവരുണ്ട്, കാര്യം വാർദ്ധക്യം ചെന്നവരുണ്ട്, പിന്നെ ശാരീരിക വൈകല്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ വന്ന് നിൽക്കുന്നവരാ. ബലിയിട്ടോ? ഇല്ല, തിരിച്ചു പോവുക. തിരിച്ചു പോവുക. ഇന്ന് കർക്കിടക മാസത്തിലെ പ്രധാന ദിവസമായ കർക്കിടക വാവാണ്. ഹിന്ദുക്കളായിട്ടുള്ളവർ പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി ഇവിടെ തിരുമുല്ലാവാരം ക്ഷേത്ര സന്നിധിയിലും ഈ കടത്തീരത്തും ബലിതർപ്പണം ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങൾ മണിക്കൂർ കണക്കിന് ക്യൂ നിന്ന് ടോക്കൺ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നീട് ബലിതർപ്പണം ചെയ്യാന്നുണ്ട്. ബലിപ്പന്തലിൽ ചെല്ലണമെങ്കിൽ പിന്നീട് 3 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഈ വൃദ്ധരായിട്ടവരും പ്രായമുള്ളവരും കുട്ടികളും സ്ത്രീകളും എല്ലാം തന്നെ അവർക്കൊരു മണിക്കൂറുകൾ നീണ്ടു നിന്ന് വിഷമമുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷം മുമ്പ് വരെ ഇവിടെ ഈ കിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടക്കുന്നിടത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക്, സ്വകാര്യ വ്യക്തികളുമൊക്കെ ബലികർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ബലിപ്പന്തലുകൾ നിറയെ ഇടുമായിരുന്നു. ഏതൊരു ഭക്തജനങ്ങൾക്കും വന്ന് അവരുടെ ബലിപ്പന്തലിൽ പോയിട്ട് ബലികർമ്മം ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരു ദക്ഷിണ കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ 100 രൂപ കൊടുത്ത് ഈ രസീത് എഴുതിയെങ്കിൽ കൂപ്പൺ എടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ബലികർമ്മം ചെയ്യാൻ പറ്റൂ. ഈ ജനങ്ങളെ പൈസ മൊത്തം ദേവസ്വം ബോർഡിന്റെ പെട്ടിയിലേക്ക് വീഴാൻ വേണ്ടി മാത്രമാണ് ഈ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി ഇവരെ ഇങ്ങനെ തലകറങ്ങി വീട് പലരും ബലിയിടാതെ തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് തിരുമുല്ലാവാരത്ത് കാണുന്നത്. ഇത്രയും നാളില്ലായിരുന്നത്. ഈ സ്വകാര്യമായിട്ട് ഈ തിരക്ക് കൂടുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കിലോമീറ്റർ ദൂരത്ത് നടന്നു വന്ന് ഈ തിരുമുല്ലാവാരത്ത് ബലിതർപ്പണം ചെയ്യുമ്പോൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് സ്വകാര്യമായിട്ട് ബലികർമ്മം ചെയ്യാൻ ചെയ്യുന്ന അവരുടെ മുന്നിൽ പോയി നമ്മുടെ കയ്യിലുള്ള ദക്ഷിണ കൊടുത്ത് ബലികർമ്മം ചെയ്യേണ്ട ആ സ്ഥലത്തു നിന്നാണ് 100 രൂപ കൊടുത്ത് ടോക്കൺ എടുക്കാൻ മണിക്കൂർ കണക്ക് ക്യൂ നിൽക്കുകയും അതേ കണക്ക് ആ ക്യൂ ടോക്കണുമായിട്ട് വന്ന് മണിക്കൂർ കണക്കിന് വീണ്ടും ക്യൂ നിന്ന് ആൾക്കാരെ ബുദ്ധിമുട്ട് ജനങ്ങളെല്ലാം രോഷാകുലരാണ്. അവരെല്ലാം തന്നെ എന്നെ വിളിച്ച് പറയുകയാണ്, ഞാൻ ഇത്തരത്തിലൊരു വാർത്ത പറയാൻ വന്നതല്ല, ഇന്നത്തെ ബലികർപ്പണം ചെയ്യുന്ന കാര്യം ഈ ജനങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ ഭക്തജനങ്ങൾ എന്നെ വിളിച്ച് പറയാണ്, ഇത് നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ് ഞങ്ങളിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്, ഈ ബലിതർപ്പണം ചെയ്യാൻ വരുന്ന ഞങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദേവസ്വം ബോർഡ് കൂപ്പൺ അടിച്ച് എല്ലാ അമ്പലങ്ങളോട് നേരത്തെ വിറ്റ് കാശാക്കി. ഇവിടെ ജനങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുക. ഇത് നിയന്ത്രിക്കാൻ ഒറ്റ മനുഷ്യനില്ല. ഇവിടെ പോലീസുകാർ കൈ കെട്ടി നോക്കുകയാണ്. ഇവിടെ സജ്ജീകരണമൊന്നും ശരിയല്ല, വളരെ മോശമായ അവസ്ഥയായിപ്പോയി. കേരള ജനത ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. കാശെല്ലാം മേടിച്ച് കൊണ്ടുവന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ടോക്കൺ എടുക്കാതെ നിൽക്കാൻ പറ്റത്തില്ല. ഈ ക്യൂ നിയന്ത്രിക്കാൻ പോലീസ് ഒരു മുന്നും പറ്റുന്നില്ലല്ലോ. എത്ര മണിക്കൂറായി? 2 മണിക്കൂറായി. മുൻകാലങ്ങളിൽ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ്. ഈ പൈസ എല്ലാം ദേവസ്വം ബോർഡിന് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണോ? ആയിരിക്കാം. സിസ്റ്റമില്ല, ശരിയായ സിസ്റ്റമില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും കൂപ്പൺ കൊടുക്കുകയാണ്. 3-4 ക്യൂ പല വഴി കൊടുക്കുന്നത്. ആ കുളമാക്കി കഴിഞ്ഞ കൊല്ലത്തേനെ അപേക്ഷിച്ച് മൊത്തം കുളമാക്കിയേക്കുവാ. ദേവസ്വം ബോർഡ് അതിന്റെ ഉത്തരവാദി. ഒരു തരത്തിലുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടില്ല. വെറുതെ പണം പിരിക്കാനായിട്ട് മാത്രം ഇരിക്കുക. അവര് ഒരു കർമ്മത്തിനും കൊള്ളാത്ത ഒരു ഭരണസമിതിയായി പോയി. ഇതിനിടയ്ക്ക് സ്ത്രീകളുണ്ട്, വൃദ്ധരുണ്ട്, ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പഴഞ്ഞു വീഴുന്നുണ്ട്, പലരും പഴഞ്ഞു വീഴും. ഇവിടെ ഭയങ്കരമായ തിരക്ക്. ഈ തിരക്ക് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ കൂട്ടം കൂടി, അനാവശ്യമായിട്ടുള്ള കൂട്ടം കൂടി തിരക്കുകൾ വർദ്ധിക്കുകയാണ്. വർഷങ്ങളായി ഞങ്ങൾ രാവിലെ ഒരു 6-6:30 ഇപ്പം വന്നതാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ബലിതർപ്പണം ചെയ്യാൻ വരുന്നവരാണ്.
ഒരു 1-2 വർഷമായിട്ട് യഥാർത്ഥത്തിൽ ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഹൈക്കോടതി വിധി പ്രകാരം യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഇവിടെ പ്രൈവറ്റായിട്ട് ബലി അർപ്പിക്കാൻ നേതൃത്വം നൽകുന്നവരെ മാറ്റിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇതിലേക്ക് ഹൈക്കോടതി വിധി പ്രകാരമാണ് ആക്കിയത്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇത്തരത്തിൽ അനുഭവിച്ച അത്ര ദുരിതം ഞങ്ങൾ നേരിട്ടിട്ടില്ല. കാര്യം ഈ പ്രാവശ്യം വന്നപ്പോൾ ഈ 100 രൂപ കൊടുത്ത് നമ്മൾ ഈ കൂപ്പൺ എടുക്കുകയും ഈ കൂപ്പൺ എടുത്തിട്ട് വേണ്ട ഇൻറ്റിമേഷൻ എന്നാലും അനൗൺസ്മെൻറ്റ് നിങ്ങൾ എടുക്കുന്ന കൂപ്പൺ ഏത് കൗണ്ടറിലാണോ നിൽക്കേണ്ടത്, ആരാണോ നിൽക്കുന്നത്, അതിന് പ്രത്യേക കൗണ്ടർ ഉണ്ടെന്നും പറഞ്ഞ് അത് മാറ്റി നിർത്തുക പോലും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അനൗൺസ്മെൻറ്റ് പോലും ഇല്ലാതെ, ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ അവിടെ ഇവിടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അത് നോക്കുക എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുകയും 1 മണിക്കൂറിലേറെ നമ്മൾ ക്യൂവിൽ നിന്ന ശേഷം മാത്രമാണ് ഈ കൂപ്പൺ എടുത്ത കൗണ്ടർ വേറെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളെ ഈ വരുന്ന ഇവിടെ പിതൃതർപ്പണത്തിന് വേണ്ടി വരുന്ന വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികളെ അവരെ ചൂഷണം ചെയ്യുന്ന തരത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇവിടെ നടക്കുന്ന ഈ പണപ്പിരിവ്. കാര്യം 100 രൂപയൊക്കെ കൊടുത്തിട്ട് വളരെ യാതനാപൂർവ്വമാണ് ഞങ്ങളിവിടെ ഈ പിതൃതർപ്പണത്തിന് നിൽക്കുന്നത്. ഇതുവരെ നാം ചെയ്യാതെ മാറി നിൽക്കുകയാണ്. അവശരായവരുണ്ട്, കാര്യം വാർദ്ധക്യം ചെന്നവരുണ്ട്, പിന്നെ ശാരീരിക വൈകല്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. 4-5 കൗണ്ടറുകളുണ്ട്. വളരെയേറെ തിരക്കാണ്. ഇങ്ങോട്ട് വരാതെ ഇവിടെ വന്നവരും അധികം പേരും കടലിൽ ഒന്ന് മുങ്ങിക്കുളിച്ച് തിരിച്ചു പോകുന്ന കാഴ്ചയും ഞാൻ കാണുകയുണ്ടായി. പലരുമായിട്ടും നമ്മൾ സംസാരിച്ചപ്പോൾ ഇനി ഒരാളും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ വന്നവർ കടുത്ത മാനസിക സംഘർഷത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പിതൃതർപ്പണം നടത്തി തിരികെ പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസികൾക്ക് വേണ്ട നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവർ വരുന്ന ആ വിശ്വാസം അവരുടെ പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിക്കേണ്ട ഈ ബലിതർപ്പണത്തിൽ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവർക്ക് വേണ്ട ഈ ഇത്തരത്തിലുള്ള പണപ്പിരിവിൽ നിന്നും വളരെ മിതമായ നിരക്ക് എടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതല്ലാതെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താണ് 4 മണിക്കൂറിന് അവിടെ ക്യൂ വയ്ക്കുക, ഒരു പന്തലിലും സാധനമില്ല. ഇത്ര ജനങ്ങളെ നിർത്തിയിട്ട് ഇപ്പോൾ പറയാൻ നിർത്തിച്ചേക്കുവാന്ന്. രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ വന്ന് നിൽക്കുന്നവരാ. ബലിയിട്ടോ? ഇല്ല, തിരിച്ചു പോവുക. ബലിയിടാതെ തിരിച്ചു പോവുക. വേറെ ക്ഷേത്രമാണെങ്കിൽ സ്വകാര്യമായിട്ട് തന്ത്രിമാര് വന്നിരിക്കുമായിരുന്നല്ലേ കർമ്മികൾ. ആരുമില്ല ഇപ്പൊ. അപ്പൊ അവരെ ഇരുത്താൻ സമ്മതിക്കാതെ ഒറ്റയ്ക്ക് പൈസ എല്ലാം മേടിക്കാൻ നോക്കിയല്ലേ പ്രശ്നം. നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് എന്തോ കാണിക്കാനാ? ഇത്രയും ജനങ്ങൾ വന്ന് കയറുന്നു. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ തിരക്കുള്ള ഒരു ക്ഷേത്രങ്ങളൊന്നാണ് തിരുമലാര ക്ഷേത്രം. ദേവസ്വം ബോർഡ് കാണിക്കുന്ന ഈ ഒരു ക്രൂരത, ഇവിടുത്തെ ഭക്തജന വിശ്വാസികളോട് കാണിക്കുന്ന ഈ ക്രൂരത അങ്ങേയറ്റം പരിതാപകരമാണ്, സങ്കടകരമാണ്. ഒരുപാട് സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ഈശ്വരീയ സംഘടനകൾ ഈ ബലിതർപ്പണ സമയത്ത് വന്ന് ബലിതർപ്പണ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഈ വേളയിൽ ദേവസ്വം ബോർഡ് ഏകാധിപത്യ നിലപാടെടുക്കുന്ന ഈ പ്രവണതയോട് ജനങ്ങൾ യോജിക്കുന്നില്ല. വളരെ സങ്കടകരം തന്നെ. ഈ കൂപ്പൺ കൊടുക്കുന്ന കൗണ്ടർ തന്നെ ഒരു സ്ഥലത്ത് മാത്രം ഇട്ടിരിക്കുക. വരുന്ന വഴിക്ക് 2-3 കൗണ്ടറുകൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ തന്നെ ചെറിയ ഓരോ കൗണ്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ ഇടി ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ ജനങ്ങൾ ആകെ ഒരു ദുരിതത്തിലായിട്ട് എങ്ങനെ പോകണം, എവിടെയാണ് ചെയ്യേണ്ടതെന്ന് യാതൊരു വിധമായ ഒരു ഡയറക്ഷനും ഇല്ലാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇവിടെ രസീത് എടുത്തു കഴിഞ്ഞാൽ സമയത്തിന് ചെയ്ത് കിട്ടുന്നില്ല. കിട്ടാതെ വന്നപ്പം അവർ രസീത് കൊടുപ്പ് നിർത്തി. സാധനമില്ലെന്നും പറഞ്ഞു ദേവസ്വം ബോർഡ് നിർത്തി, രസീത് കൊടുപ്പ് നിർത്തി. വിശ്വഹിന്ദു പരിഷത്തുകാരും അവരും നിർത്തി. ഇപ്പോൾ രസീതും പ്രകാരം ഇവിടെ ഇപ്പം രസീത് കൊടുക്കുന്നില്ല. മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്ന് കമ്മീഷൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഈ തർക്കം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് കമ്മീഷൻ വന്ന് നിൽക്കുന്നു, രസീത് കൊടുപ്പ് നിർത്തി, അവർ ചെയ്യുന്നില്ല, തിരക്ക് കൂട്ടി. ഇത് പഴയ സംവിധാനത്തിൽ വരണം. കാരണം ദക്ഷിണ കൊടുത്ത് ചെയ്യാനുള്ള സംവിധാനം വന്നെങ്കിലേ ഇവിടെ ശരിയാവും. എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ തിരിച്ചു പോവുക. ബലിയിടാൻ പറ്റത്തില്ല അവിടെ. കാരണം തർക്കം നടക്കുന്നു. ഈ ദേവസ്വം ബോർഡിന് രസീത് എഴുതിയ പൈസ ആൾക്കാർ തിരിച്ച് ചോദിക്കുകയാണ്. അവരെങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? രസീതും പ്രകാരം കൊടുത്ത പൈസ അവർ തിരിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. അതിനുള്ള തർക്കം ഈ ജനം തിരിച്ചു ചോദിക്കുന്നു. തിരിച്ചു വയ്ക്കുമ്പോൾ അവർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വന്നപ്പം വിശ്വഹിന്ദു പരിഷത്തുകാരും അവരും നിർത്തിവെച്ചു. ഇപ്പം സാധനമില്ല. അല്ല, ഇവിടെ അല്ലാതെ കർമ്മം ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. അവിടെ കർമ്മം ചെയ്യേണ്ടവർ വന്ന് അവർ കർമ്മം ചെയ്യുക, ദക്ഷിണ കൊടുത്തിട്ട് പോവുക. അതാ പഴയ കീഴ്വഴക്കം. അതേ ഇവിടെ ശരിയാവും. ഈ രസീതും പ്രകാരം ഇവിടെ നടത്തി കഴിഞ്ഞാൽ ഈ തിരക്കുകൾ കൂടും, സാമ്പത്തിക പ്രശ്നമാണ്, സാധനമില്ല, പല കാരണങ്ങൾ വരും. ജനത്തിന് രാവിലെ 5 മണിക്ക് വന്നവരാണ്.
ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ദേവസ്വം ബോർഡും സർക്കാരും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവരെ കാശ് മാത്രം 100 രൂപ കുറയാതെ ടോക്കൺ കൊടുക്കാതെ ആ 100 രൂപ മേടിച്ച് പെട്ടിയിലാക്കാൻ വേണ്ടി സർക്കാരിന് ജനങ്ങളെ ഇത് കാശ് മേടിക്കാൻ വേണ്ടി ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തി ഇവരിവിടെ മരിച്ചു വീഴേണ്ട കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ പിതൃതർപ്പണം ചെയ്താൽ നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ നിന്ന് ദക്ഷിണ കൊടുത്താൽ മതി. ഇത് പോരാ, ദക്ഷിണ വേരാ, അവർക്ക് ദക്ഷിണ വേണ്ട, അവർക്ക് 100 രൂപ വേണം. ആ 100 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ ജനങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്. കാണട്ടെ, ജനങ്ങൾ തിരിച്ചറിയട്ടെ. അടുത്ത വർഷമെങ്കിലും ഇതിന് മാറ്റം ഉണ്ടാകട്ടെ. ആവശ്യത്തിന് ജനങ്ങൾക്ക് വന്നാൽ അവർക്ക് സൗകര്യപ്രദമായിട്ട് ബലിതർപ്പണം ചെയ്തു പോകാനുള്ള അവസരം ഇവിടെ ഉണ്ടാകട്ടെ. സ്ഥലപരിമിതിക്കില്ല, സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എല്ലാം ബലിപ്പന്തലായിരുന്നു. പക്ഷേ ഇവിടെ വലിയ ടെന്റ് കിട്ടി. സർക്കാരിന് മാത്രം ബലി കിട്ടാൽ മതി. ജനങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.